ആണവായുധ ശേഖരം കുറയ്ക്കുന്നതിനെക്കുറിച്ച് റഷ്യയുമായും ചൈനയുമായും ചർച്ച നടത്തണം എന്നൊക്കെ ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നതിനിടയിലാണ് ട്രംപിന് ഭീഷണിയായ കിം ജോങ് ഉൻ ഉത്തര കൊറിയയിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആണവായുധങ്ങളുടെ വികസനം തുടരുമെന്ന് തന്നെയാണ് കിമ്മിന്റെ തീരുമാനം. രാജ്യത്തിന്റെ ആണവ ആയുധ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആയുധ ഗ്രേഡ് എന്ന് ആണവ സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്തും പ്രത്യേകം സന്ദർശനം നടത്തിക്കൊണ്ടായിരുന്നു കിമ്മിന്റെ പുതിയ പ്രഖ്യാപനം വന്നത്. അനിവാര്യമാണെങ്കിൽ ഇവയെല്ലാം പുറത്തിറക്കുമെന്ന ഒരു ഭീഷണി കൂടിയായിരുന്നു കിമ്മിന്റെ ഈ പുതിയ തീരുമാനം എന്നാണ് ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. 2025 ഉത്തര കൊറിയയുടെ ആണവ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക വർഷമായിരിക്കുമെന്നും KCNA വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ ആണവ പ്രതിരോധ നിലപാട് അനിശ്ചിതമായി വികസിപ്പിക്കുക എന്നത് തങ്ങളുടെ ഉറച്ച രാഷ്ട്രീയവും സൈനികവുമായ നിലപാടാണെന്നും മാറ്റമില്ലാത്ത മഹത്തായ കടമയുമാണെന്നുമാണ് ഈ തീരുമാനത്തെ പറ്റി കിം പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുമായിട്ട് വീണ്ടും നയതന്ത്ര ബന്ധം വെച്ചു പുലർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന് തൊട്ട് പിന്നാലെയാണ് കിമ്മിന്റെ പുതിയ പ്രഖ്യാപനം വന്നത്. പരോക്ഷമായി ട്രംപിനുള്ള ഒരു താക്കീത് കൂടിയാണ് കിമ്മിന്റെ ഈ തീരുമാനം. മാത്രമല്ല, അടുത്തിടെ രാജ്യത്തെ സൈനിക പ്രകടനത്തെ അടയാളപ്പെടുത്തുന്ന ഉത്തര കൊറിയയുടെ സ്ട്രാറ്റജിക് ഗൈഡഡ് ക്രൂസ് മിസൈലുകൾ രാജ്യം പരീക്ഷിക്കുക കൂടി ചെയ്തിരുന്നു. ഏറ്റവും പൈശാചികപരമായ ശത്രു രാജ്യങ്ങളുമായുള്ള ദീർഘകാല ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്നും ആണവ കവചം സ്ഥിരമായി ശക്തിപ്പെടുത്തേണ്ടത് രാജ്യത്തിന് അത്യന്തം ആവേശികമാണെന്നും കിം പറയുകയുണ്ടായി. അമേരിക്ക, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് ഭീഷണിയാണ് നിലവിലെ ഉത്തര കൊറിയയുടെ തീരുമാനം. ആദ്യ ഭരണകാലത്ത് ട്രംപ് 3 തവണ കിമ്മുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കിമ്മുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ലക്ഷ്യമിടുന്നതായിട്ട് അടുത്തിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ട്രംപ് കിമ്മുമായിട്ട് തന്റെ ബന്ധത്തെ വളരെ നല്ലതാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. എങ്കിലും അമേരിക്ക അത്ര കണ്ടങ്ങ് ദഹിക്കാത്ത ഒരാളാണ് കിം. മാത്രമല്ല, പുതിയതായി നിയമിതനായ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കിമ്മിനെ അടുത്തിടെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുക കൂടി ചെയ്തു. കിമ്മുമായി കൂടുതൽ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ദക്ഷിണ കൊറിയയെ കാണുന്നത് തന്നെ പറയാം. കിം അമേരിക്കയുമായിട്ട് ഒരു നല്ല ബന്ധത്തിന് ഇനിയും മുതിരുമോ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നെഞ്ചെടുപ്പ് കൂടുന്നത് ദക്ഷിണ കൊറിയക്ക് തന്നെ. പക്ഷേ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉത്തര കൊറിയയുടെ തങ്ങളുടെ സൈനികരെ റഷ്യയിലേക്ക് അയക്കുന്നതിൽ ട്രംപ് വ്യാകുലനാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ട്രംപ് ഉത്തര കൊറിയയുടെ സൈനികരെ റഷ്യയിലേക്ക് അയക്കുന്നതും അതിന്റെ ആയുധ പിന്തുണയും തടയാൻ ഈ ബന്ധം പുതുക്കൽ ഉപയോഗിക്കുമോ എന്നാണ് സംശയമെന്നാണ് ദക്ഷിണ കൊറിയയിലെ ചില മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം. അങ്ങനെ ഒരു കുശാഗ്ര ബുദ്ധിയുമായിട്ടാണ് ട്രംപ് കിമ്മിന്റെ അടുത്തേക്ക് പോകുന്നത് എങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നതിൽ സംശയമൊന്നുമില്ല. പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതാണെന്ന് തന്നെയാണ് ഉത്തര കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇത്തരം മുന്നൊരുക്കങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ ആഗ്രഹം കൊണ്ട് മാത്രം കിമ്മിനെ മേശയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ ട്രംപിന് സാധിക്കില്ല. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.